വെള്ളാപ്പള്ളി ഇന്നും പറയുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറത്ത് തനിക്ക് സ്ഥാപനങ്ങളില്ല, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് അർഹമായ സ്ഥാപനങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 9.5 വർഷം നടപ്പാക്കാമായിരുന്നല്ലോ. പിണറായി വിജയന് മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ മൂന്നാമതും വരും എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സിനിമയിലുണ്ടല്ലോ, മാൻഡ്രേക്ക് എന്ന് പറയുന്ന പോലെ, വെള്ളാപ്പള്ളി കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ നേതാവിന് പരാജയം ഉറപ്പ് എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ പിണറായി വിജയൻ മൂന്നാം വട്ടം വരുമെന്ന് മുഷ്ടി ചുരുട്ടിയൊക്കെ ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനു മുന്നേ അദ്ദേഹം പറഞ്ഞത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണോ നേരത്തെ വർഗീയ നിലപാടെടുത്തത് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അത് ആവർത്തിച്ചു പറയുന്നു. അപ്പോൾ ഈ 9.5 വർഷമായിട്ട് അത് കിട്ടാത്തതിനെക്കുറിച്ച് പരാതിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് റഹീസിന്റെ കൈ തട്ടി മാറ്റുന്നത്, നമ്മുടെ മൈക്ക് തട്ടി മാറ്റുന്നത്. അപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല കേട്ടോ, മാധ്യമങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ CPIയുടെ നിലപാട്, CPI എടുത്ത വിമർശനത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി അതിൽ പ്രധാന ഘടകമായതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചതിയൻ ചന്തു എന്ന പ്രയോഗം നടത്തിയത്. ചതിയൻ ചന്തു എന്ന പ്രയോഗം നടത്തുന്നു. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ്, അത് വളരെ മോശം മെസ്സേജാണ് എന്ന വിലയിരുത്തൽ പാർട്ടിയും നടത്തുന്നുണ്ട്, അതോടൊപ്പം CPI നടത്തുന്നുണ്ട്.